ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങളിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള 2019 മുതൽ 2024 വരെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 1 നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരം ഉണ്ടാകും. കാരണം സുപ്രധാന നിയമങ്ങൾ ഇനി നമുക്ക് മൊത്തം പഠിച്ചു കയറാനുള്ള സമയമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം ഇതുപോലുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭ്യമാവുന്നതാണ്. പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതാണ്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ, അതേപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ മാത്രം ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഏതാണ് ആൻസർ? ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ഇത് ലഭ്യമാകും നമുക്ക്. അപ്പോൾ അതാണ് ആൻസർ കേട്ടോ. നമുക്ക് എല്ലാ വിവരങ്ങളും ലഭ്യമാവില്ല കേട്ടോ. അതാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമാകില്ല. തന്ത്രപ്രധാനമായ അതേപോലെ തന്നെ നമ്മുടെ ഡിഫൻസും അതുപോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമാകില്ല. അപ്പോൾ വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകും. അപ്പോൾ അതാണ് ആൻസർ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, 2005 ഗാർഹിക പീഡന നിയമത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് DIR എന്ന് പറയും കേട്ടോ. ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ആരാണ്? സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് കേട്ടോ. ഓപ്ഷൻ സി, സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി, സംരക്ഷണ ഉദ്യോഗസ്ഥൻ. മൂന്നാമത്തെ ചോദ്യം, 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഇരയായവർക്കുള്ള പുനരധിവാസം. ഈ പറഞ്ഞ 3 കാര്യങ്ങളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി എന്താണ് കൊടുത്തേക്കുന്നത്? ഇവയെല്ലാം എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അതാണ് ആൻസർ, ഇവയെല്ലാം. നാലാമത്തെ ചോദ്യം നോക്കാം. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ. നിലവിൽ വന്നത് 2013 മെയ് 15. ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി ചുമതലയേറ്റ തീയതി മുതൽ 5 വർഷം വരെയാണ്. ഇതിൽ 1ഉം 2ഉമാണ് ശരി കേട്ടോ. മൂന്നാമത്തത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 2 ശരി. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിലാണ് കേന്ദ്ര സർക്കാരിന് നീക്കം ചെയ്യാൻ സാധിക്കുക? ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ, ചുമതലകൾ നിർവഹിക്കാൻ പ്രാപ്തിയില്ലാത്ത സാഹചര്യത്തിൽ, അവിമുക്ത നിർധനൻ ആകുന്ന സാഹചര്യത്തിൽ, കമ്മീഷന്റെ ഏതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ. അപ്പോൾ അവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 4 വരെയുള്ള സാഹചര്യങ്ങൾ, 1, 3, 4 സാഹചര്യങ്ങൾ മാത്രം, 1, 2, 3 സാഹചര്യങ്ങൾ മാത്രം, 1, 2, 4 സാഹചര്യങ്ങൾ മാത്രം. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് എന്താണ്? 1, 2, 3 സാഹചര്യങ്ങൾ മാത്രം കേട്ടോ. നാലാമത്തതില്ല, അതായത് ഓപ്ഷൻ ഡി ഇല്ല കേട്ടോ. ഓപ്ഷൻ ഡി ഇല്ല. 1ഉം 2ഉം 3ഉം ആ സാഹചര്യങ്ങൾ എന്ത് ചെയ്യാം? നീക്കം ചെയ്യാവുന്നതാണ്. നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിൻ്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ്? ശാരീരികമായ പീഡനം, ലൈംഗിക പീഡനം, വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനം, 4 മേൽപ്പറഞ്ഞവ എല്ലാം ഉൾപ്പെടും. ആൻസർ ഏതാണ്? മേൽപ്പറഞ്ഞ എല്ലാം ഗാർഹിക പീഡനത്തിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പം 4ാമത്താണ് ആൻസർ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവ് നൽകുന്ന 2007 നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സംരക്ഷണ ചെലവിലേക്ക് പ്രതിമാസം പരമാവധി 10,000 രൂപയാണ് ട്രൈബ്യൂണലിന് വിധിക്കാവുന്നത്.
അതാണ് ഇതിലത്തെ ആൻസർ കേട്ടോ. അത് ഓപ്ഷൻ ബാക്കിയൊക്കെ എന്ത് ചെയ്താൽ നോക്കുക. ഈ നിയമപ്രകാരം അപ്പീൽ നൽകുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ബന്ധപ്പെട്ട ജില്ലാ ജഡ്ജിക്ക് സമർപ്പിക്കണം. അത് തെറ്റാണ്. മേൽപ്പറഞ്ഞ എയും ബിയും ശരിയല്ല, മേൽപ്പറഞ്ഞ എയും ബിയും ശരിയാണ്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്? സംരക്ഷണ ചെലവിലേക്ക് പ്രതിമാസം 10,000 രൂപ, പരമാവധി എത്രയാണ്? 10,000 രൂപയാണ് ട്രൈബ്യൂണലിന് വിധിക്കാവുന്നത്. അതാണ് ശരിയായ ഉത്തരം കേട്ടോ. 8ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർമാനെയും അംഗങ്ങളെയും സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്നു. അത് ശരിയാണ്. ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്ക കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നതാണ് 2 പ്രസ്താവനയും ശരിയാണ് കേട്ടോ. 2 പ്രസ്താവനയും ശരിയാണെന്നുള്ളതാണ് കേട്ടോ. ഈ ആന്റണി ഡൊമിനിക്കൊക്കെ മാറിയപ്പോൾ ജസ്റ്റിസ് മണികുമാറാണ് കേട്ടോ. അപ്പോൾ പ്രസ്താവന 2ഉം ശരിയാണ് കേട്ടോ. അതാണ് ഇവിടെ ആൻസർ ആയിട്ടെന്ന് ചോദിച്ചപ്പോൾ കൊടുത്തത് കേട്ടോ. 9ാമത്തെ ചോദ്യം നോക്കാം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായതേത്? ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിൻ്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. അത് ശരിയാണ്. നിയമവുമായി ബന്ധപ്പെട്ട കുട്ടികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത്. ഈ പറഞ്ഞ 2 പ്രസ്താവനകളും എന്താണ്? ശരിയാണ് കേട്ടോ. അതാണ് ആൻസർ ആയിട്ട് വരിക. പ്രസ്താവന 2ഉം ശരിയാണെന്നുള്ളതാണ് ആൻസർ. 10ാമത്തെ ചോദ്യം, 1989 പട്ടിക ഗോത്രവർഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമപ്രകാരം അതിക്രമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നിയമത്തിലെ വകുപ്പ് 3 നിഷ്കർഷിക്കുന്ന കുറ്റങ്ങൾ കേട്ടോ. നിയമത്തിലെ വകുപ്പ് 3 നിഷ്കർഷിക്കുന്ന കുറ്റങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്.